ഇനി മുതൽ ഏത് ഉഴപ്പന്മാർക്കും പഠിച്ച് പരീക്ഷയ്ക്ക് നല്ല ഉയർന്ന മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റും. പക്ഷേ ഞാൻ ഈ പറഞ്ഞ ടിപ്സ് ഒക്കെ ഫോളോ ചെയ്യണം എന്ന് മാത്രം. ലെറ്റ്സ് ഡു ഇറ്റ്. Hello friends, it's me your brother and welcome back to another great episode. So, ഭൂരിഭാഗം ആളുകൾക്കും പഠിക്കാനായിട്ട് ഭയങ്കര മടിയായിരിക്കും അല്ലേ? പിന്നെ പഠിക്കുക, നാളെ പഠിക്കുക, മറ്റന്നാൾ പഠിക്കുക, അങ്ങനെ പറഞ്ഞു നമ്മുടെ പഠിത്തം ഇങ്ങനെ മാറ്റി വെച്ചുകൊണ്ടേയിരിക്കും അല്ലേ? അപ്പോൾ എനിവേ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായി സംസാരിക്കാനായിട്ട് പോകുന്നത് നമ്മളുടെ പഠിത്തം മാക്സിമം എഫിഷ്യൻ്റ് ആയിട്ട്, മാക്സിമം സ്മാർട്ട് ആയിട്ട് പഠിക്കാനായിട്ട്, അതുപോലെ തന്നെ നല്ല രീതിയിൽ തന്നെ എക്സാം എഴുതി ഉയർന്ന മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട 3 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. ഓക്കെ, അപ്പോൾ ടിപ്സിലേക്ക് പോകുന്നതിന് മുമ്പ് എനിക്കൊരു ചെറിയ കാര്യം പറയാനായിട്ടുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ സ്റ്റുഡൻസിനും ഈസി ആയിട്ട് ഫോണിലൂടെ പോക്കറ്റ് മണി ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു വെബ്സൈറ്റ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. ഇതിന്റെ പേര് പേബോക്സ് എന്നാണ്. അപ്പൊ ഇതിലൂടെ നിങ്ങൾക്ക് സ്പിൻ ദ വീൽ പോലെയുള്ള പല ഗെയിമുകൾ കളിച്ചുകൊണ്ട്, പോൾസിൽ വോട്ട് ചെയ്തുകൊണ്ട്, അതുപോലെ പല പോൾസും നിങ്ങൾക്ക് പോസ്റ്റ് ചെയ്തുകൊണ്ടൊക്കെ ക്യാഷ് ഉണ്ടാക്കാനായിട്ട് പറ്റും. അതുപോലെ തന്നെ ഒരു ഫ്രണ്ടിന് ഇൻവൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 5 രൂപയും കിട്ടുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ക്യാഷ് ഉണ്ടാക്കാനായിട്ട് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് സൈൻ അപ്പ് ചെയ്യാം. അപ്പോൾ ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് സൈൻ അപ്പ് ചെയ്യാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 25 രൂപ സൈൻ അപ്പ് ബോണസ് ആയിട്ട് കിട്ടുന്നുണ്ട്. പക്ഷേ ആ 25 രൂപ ക്ലെയിം ചെയ്യണമെങ്കിൽ ചെറിയ വെരിഫിക്കേഷൻ ആയിട്ട് ആവശ്യമുണ്ട്. അപ്പോൾ ടോട്ടൽ 50 രൂപ കഴിഞ്ഞാൽ നിങ്ങളുടെ പേടിഎം അക്കൗണ്ടിലേക്ക് അത് വിഡ്രോ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ താല്പര്യം ഉണ്ടെങ്കിൽ ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് സൈൻ അപ്പ് ചെയ്യുക. നിങ്ങളുടെ ഫോൺ നമ്പറും ഇമെയിലും വെച്ച് സൈൻ അപ്പ് ചെയ്യുക ആൻഡ് മേക്ക് സം മണി. ഓക്കെ, അപ്പോൾ ടിപ്സിലേക്ക് പോവാം. സ്റ്റെപ്പ് നമ്പർ 1, സ്റ്റഡി ലെസ് ആൻഡ് ഫോക്കസ് മോർ. പഠിക്കുമ്പോൾ എപ്പോഴും നല്ല രീതിയിൽ ശ്രദ്ധിച്ചിരുന്ന് പഠിക്കണം. സോ എനിക്ക് 99% ഉറപ്പാണ് നിങ്ങളെല്ലാവരും ഈ കാര്യം കേട്ട് മടുത്തിട്ടുള്ള കാര്യമായിരിക്കുന്നത്. പക്ഷെ അതുപോലെ തന്നെ എനിക്ക് 99% ഉറപ്പാണ് നിങ്ങളിൽ കൂടുതൽ പേരും ഇത് കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യുന്നുണ്ടാകില്ല എന്ന്. സോ ഹിയർ ഇറ്റ് ഈസ്. നമ്മളിങ്ങനെ നമ്മുടെ സ്കൂൾ തുറക്കുന്ന സമയത്തൊക്കെ ഭയങ്കര പഠിത്തമായിരിക്കും. ഞാൻ നന്നായി, ഇനി മുതൽ ഞാൻ നല്ല രീതിയിൽ പഠിക്കുമെന്നൊക്കെ പറഞ്ഞ് ഭയങ്കര പഠിത്തമായിരിക്കും, റെഗുലറായിട്ട് പഠിക്കുക ചെയ്യും. പക്ഷെ പിന്നെ കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേക്ക് നമ്മളുടെ മോട്ടിവേഷൻ ലെവൽ ഇങ്ങനെ കുറഞ്ഞ് വന്നിട്ട് വീണ്ടും പഴയ സ്ഥിതിയിലേക്ക് തന്നെ പോകും അല്ലെ? പിന്നെ നമ്മൾ പഠിക്കുന്നത് എപ്പോഴായിരിക്കും? എക്സാം അടുക്കുന്ന ആ സമയത്ത്. ഈശ്വര, എക്സാം എന്നതാണ് ഒന്ന് പഠിച്ചിട്ടില്ല എന്ന് പറഞ്ഞിട്ട് ഉള്ള ബുക്ക് മൊത്തം നിരത്തി അടിക്കും, എന്നിട്ടാണ് പഠിക്കാനായിട്ട് തുടങ്ങും. കുറെ നേരത്തെ പഠിക്കുകയൊക്കെ ചെയ്യും, സംഭവം ശരിയാണ്. പക്ഷേ അവിടെ ചെറിയൊരു പ്രശ്നം പറ്റും. എന്താണെന്നറിയോ? നിങ്ങൾക്ക് കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കാനായിട്ട് സാധിക്കില്ല. കാരണം എന്താണെന്നറിയോ? നിങ്ങളുടെ ഉള്ളിൽ പേടിയായിരിക്കും. ഈശ്വര, എക്സാം ആയി, എന്നതാണെങ്കിൽ ഒന്നും പഠിച്ചു കഴിഞ്ഞിട്ടില്ല. അപ്പൊ ആ ഒരു പാനിക് സ്റ്റേറ്റിലായിരിക്കും നിങ്ങൾ പഠിക്കുക. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഫോക്കസ് ചെയ്ത് പഠിക്കാനായിട്ട് സാധിക്കില്ല. പഠനങ്ങൾ തെളിയിക്കുന്നുണ്ട് ഒരാൾക്ക് 30 മിനിറ്റ് അല്ലെങ്കിൽ മാക്സിമം 50 മിനിറ്റ് നേരമേ ഫുൾ കോൺസെൻട്രേഷനിൽ ഇരുന്ന് പഠിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ എന്ന്. അങ്ങനെ ഫോക്കസ് ചെയ്ത് പഠിക്കണമെങ്കിൽ 2 കാര്യങ്ങൾ നിങ്ങൾ ചെയ്യണം. ആദ്യത്തേത് നല്ലൊരു കലണ്ടർ സെറ്റപ്പ് ചെയ്യുക. മീൻസ് നല്ലൊരു ടൈം ടേബിൾ ഉണ്ടാക്കി വെക്കുക. അതിൽ നിങ്ങൾ പ്രയോറിറ്റികൾ കൊടുക്കണം. ഇതിൽ ഏത് ചാപ്റ്റേഴ്സ് ആണ് ഞാൻ ഫസ്റ്റ് പഠിക്കേണ്ടത്, ഏത് പോർഷനാണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടന്റ്, അങ്ങനെ എല്ലാതും കറക്റ്റ് ആയിട്ട് പ്രയോറിറ്റൈസ് ചെയ്ത് വെക്കുക. അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് നിങ്ങളുടെ സമയം മാനേജ് ചെയ്യാനായിട്ട് പറ്റും. രണ്ടാമത്തേത് നിങ്ങളുടെ ഡിസ്ട്രാക്ഷൻസ് ഒക്കെ അവോയ്ഡ് ചെയ്യുക. ഫോർ എക്സാമ്പിൾ നിങ്ങളുടെ ഫോൺ, TV, ലാപ്ടോപ്പ്, വാട്ട് എവർ ഡിസ്ട്രാക്ട്സ് യു, ജസ്റ്റ് അവോയ്ഡ് ഇറ്റ്. അപ്പോൾ ഈ 2 കാര്യങ്ങൾ നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫോക്കസ് ചെയ്ത് പഠിക്കാനായിട്ട് സാധിക്കും. Number 2, keep a journal to avoid excuses. This is really a cool thing, guys. നിങ്ങൾ ഈ പലപ്പോഴും എക്സ്ക്യൂസസ് കണ്ടെത്താൻ ശ്രമിക്കുന്ന ഒരാളാണോ? എങ്കിൽ ആ ഒരു ശീലം മാറ്റിയെടുക്കാനായിട്ട് ഈ ജേർണലിംഗ് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. എങ്ങനെയാണെന്ന് പറഞ്ഞുതരാം. രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ നിങ്ങളൊരു ബുക്ക് എടുക്കുക. എന്നിട്ട് അന്നേ ദിവസം നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ, ടാസ്കുകളൊക്കെ ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ എഴുതി വെക്കുക. ഇപ്പോൾ ഏത് ചാപ്റ്ററാണ് ഇന്ന് ഞാൻ പഠിച്ചു തീർക്കേണ്ടത്, ഏത് പോർഷനാണ് കൂടുതൽ ഇമ്പോർട്ടന്റ്, ഇന്ന് എക്സാമിന് വേണ്ടി ഞാൻ എന്തൊക്കെ പ്രിപ്പറേഷൻസ് നടത്തണം, എത്ര നേരം TV കാണണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഓരോ ടാസ്കുകളായിട്ട് എഴുതി വെക്കാം. എന്നിട്ട് അന്നേ ദിവസം രാത്രി ആകുമ്പോൾ നിങ്ങൾ ആ ലിസ്റ്റ്, ആ ബുക്ക് ഒന്നുകൂടി എടുത്ത് നോക്കുക. അപ്പോൾ അതിൽ ഏതൊക്കെ കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാൻ കഴിഞ്ഞു എന്ന് കാണാൻ സാധിക്കും. അപ്പോൾ അതിൽ ചെയ്യാൻ കഴിയാതെ പോയ കുറച്ച് കാര്യങ്ങളുണ്ടായിരിക്കും, കുറച്ച് ടാസ്കുകൾ ഉണ്ടായിരിക്കും. അപ്പോൾ എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ആ ടാസ്കുകൾ കംപ്ലീറ്റ് ചെയ്യാൻ കഴിയാതെ പോയത് എന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതി വെക്കുക. അതിന്റെ റീസൺ കറക്റ്റ് ആയിട്ട് എഴുതി വെക്കുക. അപ്പോൾ വരും ദിവസങ്ങളും ഈ സെയിം റീസൺ ആണ് നിങ്ങൾക്ക് ഉള്ളത് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാകും, യെസ്, ഇതാണ് എൻ്റെ മെയിൻ പ്രശ്നം, ഇത് കാരണമാണ് എനിക്ക് ശരിക്കും പഠിക്കാൻ കഴിയാത്തത് എന്ന് നിങ്ങൾക്ക് മനസ്സിലാകും. അപ്പോൾ ഇതിങ്ങനെ കണ്ട് നിങ്ങൾക്ക് ഇങ്ങനെ മടുക്കലടങ്ങും. അപ്പോൾ എന്ത് ചെയ്യും? നിങ്ങൾ പതുക്കെ ആ എക്സ്ക്യൂസസ് നിങ്ങളുടെ ലൈഫിൽ നിന്ന് ഇങ്ങനെ അവോയ്ഡ് ചെയ്യാനായിട്ട് തുടങ്ങും. സത്യം പറഞ്ഞാൽ ഒരു സൈക്കോളജിക്കലി പഠിക്കാൻ, നമ്മളെ നന്നാക്കാനുള്ള ഒരു സംഭവമാണ് ഗൈസ്. അപ്പോൾ എന്തായാലും ജേർണലിംഗ് എഴുതി തുടങ്ങാം. നമ്പർ 3, യൂസ് the 3 P's for exams. ഇത് നിങ്ങൾ എക്സാം എഴുതുന്ന സമയത്ത് ഉപയോഗിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു ടിപ്പാണ്. ഈ എക്സാമിന്റെ സമയം എത്തുമ്പോൾ
കളി മൊത്തത്തിൽ അങ്ങ് മാറും അല്ലെ. പല സ്റ്റുഡൻസും പറയുന്ന ഒരു പ്രശ്നമാണ്, ഞാൻ ടോപ്പിക്സ് മൊത്തം കവർ ചെയ്യും, ഫുള്ള് പഠിച്ചിട്ട് തന്നെയാണ് എക്സാമിന് പോവുക, പക്ഷേ എക്സാം ഹാൾ എത്തുമ്പോൾ എക്സാം എഴുതി തുടങ്ങുമ്പോൾ എനിക്ക് ഭയങ്കര പേടിയാണ്, എൻ്റെ ടെൻഷൻ കാരണം ഞാൻ പഠിച്ച കാര്യങ്ങൾ മൊത്തം മറന്നു പോവുകയാണ് എന്ന്. അപ്പൊ ആ ഒരു പ്രശ്നം അവോയ്ഡ് ചെയ്ത് നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ വെച്ച് ഫുൾ കോൺഫിഡൻസോട് കൂടി എക്സാം എഴുതണമെങ്കിൽ ഈ 3 പീസ് നിങ്ങൾ അറിഞ്ഞിരിക്കണം. അതെന്തൊക്കെയാണെന്ന് പറഞ്ഞുതരാം. ആദ്യത്തെ പി, പ്ലാനിങ്. അതായത് നമുക്ക് ഈ ക്വസ്റ്റ്യൻ പേപ്പർ തന്നിട്ട് അത് വായിച്ചു നോക്കാനായിട്ട് ഒരു 10-15 മിനിറ്റ് നമുക്ക് തരുമല്ലോ. അത് വളരെ 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 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സമയമാണ്. അപ്പൊ ഈ സമയത്ത് നമ്മൾ എല്ലാ ക്വസ്റ്റ്യൻസും ഡീറ്റെയിൽഡ് ആയിട്ട് വായിച്ചു നോക്കുക. ഇതിൽ ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ എഴുതേണ്ടത്, ഏതൊക്കെ എനിക്ക് വിടാൻ പറ്റും, കാരണം ഓർ ക്വസ്റ്റ്യൻ ഒക്കെ ഉണ്ടായിരിക്കും. അപ്പൊ അതൊക്കെ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് മനസ്സിലാക്കണം. വെറുതെ നമ്മുടെ സമയം വേസ്റ്റ് ചെയ്യരുത്. അതുപോലെ തന്നെ ഓരോ ക്വസ്റ്റ്യൻസ് കാണുമ്പോൾ ഇത് ഞാൻ ഏത് രീതിയിലാണ് എഴുതേണ്ടത്, ഏതൊക്കെ പോയിന്റ്സ് ഉൾപ്പെടുത്തണം, എത്ര സമയം എടുക്കും എഴുതി തീരാനായിട്ട്, അങ്ങനെ എല്ലാ കാര്യങ്ങളും വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ഒരു ബ്ലൂ പ്രിന്റ് ആക്കി നിങ്ങളുടെ മൈൻഡിൽ സേവ് ചെയ്യാം. വെരി ക്രൂഷ്യൽ സ്റ്റെപ്പ്. രണ്ടാമത്തെ ബി, പ്രൊസീഡിങ്. എക്സാം എഴുതുക. പല സ്റ്റുഡൻസും ചെയ്യുന്നൊരു കാര്യമാണ്, അവർക്ക് ഏറ്റവും ബുദ്ധിമുട്ടുള്ള ക്വസ്റ്റ്യൻസ് ആദ്യം വർക്ക്ഔട്ട് ചെയ്ത് എഴുതി വെക്കും. അങ്ങനെ ചെയ്യരുത് ഗായ്സ്, അതൊരു മിസ്റ്റേക്ക് ആണ്. നിങ്ങൾക്ക് ഏറ്റവും ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഏതാണോ അത് വേണം ആദ്യം എഴുതാനായിട്ട്. കാരണം ഏറ്റവും ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആദ്യം എഴുതുമ്പോൾ നിങ്ങൾക്ക് എന്തെന്നില്ലാത്തൊരു സെൽഫ് കോൺഫിഡൻസ് കിട്ടും. ഇതൊരു സൈക്കോളജിക്കൽ ടെക്നിക്കാണ് ഗായ്സ്. അപ്പോൾ ആ ഒരു കോൺഫിഡൻസ് ഉപയോഗിച്ച് നിങ്ങൾക്ക് ബുദ്ധിമുട്ടുള്ള ക്വസ്റ്റ്യൻസും ശരിയായിട്ട് എഴുതാനായിട്ട് സാധിക്കും. മൂന്നാമത്തെ ബി, പ്രൂഫ് റീഡിങ്. അതായത് ഈ എക്സാമിന്റെ അവസാനത്തെ 10 മിനിറ്റ് നേരം ഉണ്ടല്ലോ, അത് നമ്മൾ ഈ എഴുതി കഴിഞ്ഞ കാര്യങ്ങളുണ്ടല്ലോ അത് വായിച്ചു നോക്കാനായിട്ട് മാറ്റി വെക്കണം. അപ്പൊ നിങ്ങൾക്ക് തോന്നും, അതെന്തിനാ ആ 10 മിനിറ്റ് കൂടി നമ്മൾ എഴുതിയാൽ പോലെ എന്നാൽ കുറച്ചുകൂടി മാർക്ക് കിട്ടില്ലേ എന്ന്. അങ്ങനെയല്ല ഗായ്സ്, എന്താ ഞാൻ പറഞ്ഞുതരാം. നമ്മളിങ്ങനെ ഈ എക്സാം ഒക്കെ എഴുതി കഴിഞ്ഞിട്ട് പുറത്തിറങ്ങിയിട്ട് ക്വസ്റ്റ്യൻ പേപ്പർ ഒക്കെ എടുത്ത് നോക്കും, അല്ലെങ്കിൽ ഫ്രണ്ട്സ് ഒക്കെ എടുത്ത് ഡിസ്കസ് ചെയ്യും. അപ്പോഴായിരിക്കും നിങ്ങൾ നോക്കുമ്പോൾ മനസ്സിലാകും, ചേടാ ഈ ക്വസ്റ്റ്യൻ ഇതായിരുന്നു എഴുതുന്നത്, ഞാൻ മറ്റേതാണല്ലോ എഴുതിയത്, ഞാൻ നന്നായിട്ട് പഠിച്ചതായിരുന്നു, പക്ഷെ എന്നാലും ഞാൻ തെറ്റാണ് എഴുതിച്ചത് എന്ന്. അങ്ങനെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ പോലും നിങ്ങൾ തെറ്റായിട്ട് എഴുതി വെക്കും. ചിലപ്പോൾ ആ ഒരു നിമിഷത്തിൽ പെട്ടെന്ന് തെറ്റുത്തരം എഴുതി വെക്കും. അപ്പൊ അങ്ങനെയും നിങ്ങളുടെ കുറെ മാർക്ക് പോകാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പൊ ആ പ്രശ്നം അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്, അവസാനത്തെ ഒരു 10 മിനിറ്റ് അത് നിങ്ങൾ എഴുതിയ കാര്യങ്ങളൊക്കെ ഒന്നുകൂടി ഒന്ന് വായിച്ചു നോക്കുക. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാകും നിങ്ങൾ അറിഞ്ഞുകൊണ്ട് എവിടെയെങ്കിലൊക്കെ തെറ്റ് എഴുതി വെച്ചിട്ടുണ്ടോ എന്ന്. അപ്പൊ ഉണ്ടെങ്കിൽ അതൊക്കെ തിരുത്തിയിട്ട് കറക്റ്റ് ആയിട്ട് എഴുതി വെക്കാനും പറ്റും. അപ്പൊ അങ്ങനെയും കുറെ മാർക്ക് സ്കോർ ചെയ്യാം. അപ്പൊ ഇങ്ങനെ ചെറിയ ചെറിയ റീസൺസ് ആണ് ഒരു ടോപ്പറിൽ നിന്ന് നിങ്ങളെ ആവറേജ് സ്റ്റുഡന്റിലേക്ക് കൊണ്ടുവരുന്നത്. അപ്പൊ അതൊക്കെ അവോയ്ഡ് ചെയ്യാം. സോ ദാറ്റ്സ് ഇറ്റ് ഫ്രണ്ട്സ്, ഇത്രയാണ് ടിപ്സ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങളിപ്പോ ഒരു ആവറേജ് സ്റ്റുഡന്റ് ആണെങ്കിൽ നേരെ ടോപ്പർ ആയിട്ട് മാറാനായിട്ട് സാധിക്കും. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ്. വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. തുടർന്ന് ഇതുപോലെ വീഡിയോസ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കൺ വരും, അതൊന്ന് ക്ലിക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ ഓൺ ദ സ്പോട്ടിൽ നോട്ടിഫിക്കേഷൻസ് വരുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.